ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടി പുറത്താക്കിയതിനു പിന്നാലെ CPM-നെ ചോദ്യമുനയിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ബലാത്സംഗ കേസിലെ പ്രതി CPM എം.എൽ.എ ആയി തുടരുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത്. ഉന്നം വെക്കുന്നത് കൊല്ലം എം.എൽ.എയും നടനുമായ M. മുകേഷിനെയാണ്. എന്തായിരുന്നു മുകേഷിനെതിരായ കേസ്? എന്ത് നിലപാടായിരുന്നു CPM പാർട്ടി അതിൽ സ്വീകരിച്ചത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതി പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 2024 ഓഗസ്റ്റ് 28-നാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളായിരുന്നു CPM എം.എൽ.എക്കെതിരെ ചുമത്തപ്പെട്ടത്. 2010-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആലുവ സ്വദേശിയായ പരാതിക്കാരിയോട് സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും ചിത്രീകരണത്തിനിടെ വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടെന്നും പരാതിയിലുണ്ടായിരുന്നു. നാടകമേ ഉലകം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെ മുകേഷ് കടന്നുപിടിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു. കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മുകേഷും പരാതിക്കാരിയും പരിചയപ്പെടുന്നത്. പിന്നാലെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മുകേഷ് സമീപിച്ചു. തയ്യാറാകാതിരുന്നപ്പോൾ കേട്ടാൽ അറക്കുന്ന തെറി വിളിക്കുകയും ലൈംഗിക ചുവയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം അമ്മ എന്ന താരസംഘടനയിൽ അംഗത്വത്തിനായി സമീപിച്ചപ്പോഴും മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ടായിരുന്നു. പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളായിരുന്നു മുകേഷിനെതിരെ ചുമത്തിയിരുന്നത്. പരാതിയിൽ AIG G. പൂങ്കുഴൽ നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അന്വേഷണം നടത്തിയത്. 2024 സെപ്റ്റംബർ 24-ന് 3 മണിക്കൂർ നേരം ചോദ്യം ചെയ്യുകയും മുകേഷിനെ അറസ്റ്റ് ചെയ്യുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. 2025 ഫെബ്രുവരി ആദ്യമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കണ്ടെത്താനായി എന്ന് അന്വേഷണ സംഘം അന്ന് കോടതിയെ ബോധിപ്പിച്ചു. വാട്സാപ്പ് ചാറ്റുകൾ, ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവ കണ്ടെടുത്തുവെന്നും സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇടതുപക്ഷ MLA-യെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. കേസിൽ ഒരിക്കൽ പോലും മുകേഷിനെ തള്ളിപ്പറയാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. കോടതി നിലപാടെടുക്കും വരെ മുകേഷിന് MLA ആയി തുടരാൻ യോഗ്യത ഉണ്ടായിരുന്നുവെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദന്റെ പ്രസ്താവന. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അതിനെ പിന്തുണയ്ക്കാൻ വനിതാ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. നിയമപരമായി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പാർട്ടി നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ P. സതീദേവിയുടെ വാദം. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തട്ടെ, അപ്പോൾ രാജിവെച്ചാൽ മതി എന്നായിരുന്നു സതീദേവിയുടെ നിലപാട്. മുകേഷിന്റെ കാര്യത്തിൽ വേവലാതി വേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും പ്രതികരിച്ചു. മുൻപ് കേസിലാക്കപ്പെട്ട കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ട എന്ന വാദമായിരുന്നു CPM പൊതുവെ കൈക്കൊണ്ടത്. അന്ന് മുകേഷിനെതിരെ ശക്തമായ നിലപാടെടുത്തത് CPI നേതാവ് ആനി രാജയും CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും ഉൾപ്പെടുന്ന ചുരുക്കം ചിലർ മാത്രമായിരുന്നു. സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റം കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ല എന്ന ന്യായമുയർത്തി CPM പ്രതിരോധം തീർക്കേണ്ടതില്ല എന്ന് വൃന്ദ കാരാട്ടും മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിനോടുള്ള CPM സമീപനം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും മുകേഷിനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് പാർട്ടി ചെയ്തത്. രാഹുൽ നടത്തിയത് അതിതീവ്ര പീഡനമാണെന്നും മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്നുമായിരുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായരുടെ വിചിത്രവാദം. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. പണ്ട് PK ശശിക്കെതിരെ DYFയുടെ വനിതാ നേതാവിന്റെ ലൈംഗിക പീഡനം ഉണ്ടായപ്പോഴും അന്വേഷണം നടത്തിയ പാർട്ടി അന്വേഷണ കമ്മീഷൻ ശശി നടത്തിയത് തീവ്രത കുറഞ്ഞ ലൈംഗിക പീഡനമാണെന്നായിരുന്നു കണ്ടെത്തിയത്. അതേ വാദമാണ് ലസിത നായരും ആവർത്തിക്കുന്നത്. മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതിയിലുള്ള നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുകേഷ് പാർട്ടി അംഗമല്ല എന്നായിരുന്നു M. V. ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ മറുപടി. സംഘടനാ നടപടിയെടുക്കാൻ മുകേഷ് അന്നും ഇന്നും പാർട്ടി മെമ്പർ അല്ല. ആരോപണം ഉയർന്ന സമയത്ത് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേസിൽ തുടർ നടപടികൾ വരുമ്പോൾ നോക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മുഖ്യമന്ത്രിയാകട്ടെ മുകേഷിന്റെ കാര്യം ചോദിച്ചപ്പോൾ കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൊല്ലം MLA-യെ പ്രതിരോധിച്ചത്.